ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും മെയിൻ്റനൻസുമാണ് കാണിക്കുന്നത്. രണ്ടര മാസം കൂടുമ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കിച്ചൻ്റെ റൂഫ് ക്ലീൻ ചെയ്യുകയാണ്. നമ്മൾ കിച്ചൺ ആയാലും റൂംസ് ആയാലും ക്ലീൻ ചെയ്യുമ്പോൾ റൂഫ് ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം കീഴെയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട്. ഞാനൊരു 2 മാസം കൂടുമ്പോൾ എൻ്റെ കിച്ചൺ ഡെയിലി ക്ലീനിങ് ചെയ്യുന്നത് കൂടാതെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ് കേട്ടോ ഞാൻ ഡസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നത് വാതിലും ജനലുകളും അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റുമാണ്. ഈ ബ്രഷ് ഉപയോഗിച്ച് ആദ്യം അതിലെ ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്യാം. ഇത് ഡോറിൽ പിടിപ്പിച്ചിരിക്കുന്ന മോസ്കിറ്റോ നെറ്റാണ്. ഇതിപ്പോൾ ഞാൻ വിൻഡോയിലെ ഡസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്വം ക്ലീനർ ഉപയോഗിച്ചിട്ട് ഡസ്റ്റ് റിമൂവ് ചെയ്യാം. ഞാനിന്ന് കിച്ചൺ മാത്രമേ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് വാക്വം ക്ലീനർ എടുക്കാത്തത്. ഡസ്റ്റിങ്ങിന് ശേഷം ജനലിൻ്റെ കമ്പികളും അതുപോലെ തന്നെ ഗ്ലാസ്സുമൊക്കെ സോപ്പ് വാട്ടറിൽ മുക്കിയ ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഡോറും ഒന്ന് തുടച്ചെടുക്കാം. സോപ്പ് വാട്ടർ മുക്കിയ തുണി കൊണ്ട് മോസ്കിറ്റോ നെറ്റ് തുടച്ചെടുക്കാം. സ്റ്റെപ്പ് 3 കട്ടൻ ക്ലീനിങ് ആണ് കേട്ടോ. കിച്ചണിൽ ബ്ലൈൻഡ്സ് ആണ് കട്ടനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, തുണി കൊണ്ടുള്ള കട്ടനല്ല. അതുകൊണ്ട് ഞാൻ ആ ബ്രഷും വിം ലിക്വിഡും കൂടി ഉപയോഗിച്ചിട്ടാണ് കട്ടൻ ക്ലീൻ ചെയ്യുന്നത്. ബ്രഷ് കൊണ്ട് ഉരയ്ക്കുമ്പോൾ ആ ബ്ലൈൻഡ്സ് പൊട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സോഫ്റ്റായിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഈ ബ്ലൈൻഡ്സിൻ്റെ കട്ടൻ വാഷ് ബേസിൻ്റെ അടുത്തായതുകൊണ്ട് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. ഇനി വെള്ളമൊഴിച്ച് സോപ്പ് കഴുകി കളഞ്ഞാൽ മതി. നിങ്ങളുടെ അടുത്ത് ചെടികൾ നനയ്ക്കുന്ന സ്പ്രേയർ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം നിറച്ചതിന് ശേഷവും ഈ ബ്ലൈൻഡ്സ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇത് ഒത്തിരി മോഡേൺ കിച്ചണൊന്നുമല്ല. പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ 2 തട്ടുകളാണ് കിച്ചണുള്ളത്. സ്റ്റെപ്പ് 4 ആയിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ ഒരു തട്ടിലെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ തട്ട് ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ തിരിച്ച് അടുക്കി വെക്കുകയാണ്.
ഏതെങ്കിലും പാത്രങ്ങളോ മറ്റെന്തെങ്കിലുമോ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അത് ഉണക്കി ആണ് അത് തിരിച്ച് വയ്ക്കുന്നത്. ശരിക്കും ഞാൻ ചെയ്യുന്ന രീതിയിൽ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് ഒരു 2-3 മണിക്കൂർ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. പക്ഷേ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ നല്ല നീറ്റായിട്ട് എപ്പോഴും ഇരിക്കും. സ്റ്റെപ്പ് 5 ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഏറ്റവും താഴത്തെ ക്യാബിനിലുള്ള എല്ലാ ഐറ്റംസും ആദ്യം റിമൂവ് ചെയ്യുക. ഈ താഴത്തെ ക്യാബിൻസ് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് കുറച്ച് വിം ലിക്വിഡ്, അതുപോലെ തന്നെ കോക്രോച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വിനിഗർ, പിന്നീട് കുറച്ച് ഡെറ്റോളും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത വെള്ളത്തിൽ മോപ്പ് ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ തുടച്ചെടുക്കുന്നത്. ഈ മോപ്പ് ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പാത്രങ്ങളൊക്കെ തിരിച്ചു വയ്ക്കാൻ പറ്റുകയുള്ളൂ. സാധാരണയായി ഇത് തുടച്ചതിന് ശേഷം ഇത് ഫാനിട്ട് ഞാൻ ഈ ഭാഗം ഉണങ്ങാനായിട്ട് വെച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് തീർക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഈ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരുന്നില്ലെങ്കിൽ കോക്രോച്ചസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കിച്ചൺ വർക്ക് ഏരിയയൊക്കെ സാധാരണ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു മോർണിംഗ് 2-3 മണിക്കൂർ അതിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും. ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ക്യാബിനെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫാൻ ഇട്ട് കൊടുക്കും. നന്നായി ഉണങ്ങിയതിന് ശേഷം ഇവിടെ എന്തെങ്കിലും ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഷീറ്റോ ഇട്ടതിന് ശേഷം മാത്രം വേണം പാത്രങ്ങൾ തിരിച്ചു വെച്ച് കൊടുക്കാൻ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കിച്ചണിൽ പാത്രങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ ലെഫ്റ്റ് ഓവർ ഫുഡ് വയ്ക്കുന്ന പാത്രങ്ങൾ ഒരു ക്യാബിനറ്റിൽ, അതുപോലെ കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളെല്ലാം ഒരു ക്യാബിനറ്റിൽ എല്ലാം ഒന്നിച്ച് തന്നെ വയ്ക്കുക. അതുപോലെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത സ്റ്റെപ്പ്, കിച്ചണിലൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സാധാരണ വീട്ടിലുള്ളവർക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ടേബിളാണ്. ആ ടേബിളും അതിൻ്റെ മുകളിലുള്ള ഐറ്റംസ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. ഇത് പെപ്പർ സാൾട്ട് ഓയിൽ ബോട്ടിൽസാണ്. ആ ബോട്ടിൽസ് വൈറ്റ് ആയതുകൊണ്ട് എപ്പോഴും അത് കളർ ഡിമ്മാകും. അതുകൊണ്ട് നനഞ്ഞ തുണി കൊണ്ട് അത് ക്ലീൻ ചെയ്തെല്ലാം പിടിച്ചു വയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ആണ്. കൂടുതൽ ഐറ്റംസ് കൗണ്ടർ ടോപ്സിൽ വയ്ക്കാതിരിക്കുകയാണ് കിച്ചണിന് നീറ്റായി തോന്നുന്നത്. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് വയ്ക്കാം. നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ അതിൻ്റെ മുകളിലുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുക്കണം. ഫ്ലാസ്ക് ബോട്ടിൽസ് എല്ലാം ക്ലീൻ ചെയ്ത് വയ്ക്കുക.
അടുത്തതായിട്ട് ഗ്യാസ് സ്റ്റൗ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അടുത്തത് മൈക്രോവേവ് ക്ലീനിങ് ആണ്. മൈക്രോവേവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ കുറച്ച് വിനീഗർ എടുത്തിട്ട് അതൊരു 2 മിനിറ്റ് മൈക്രോവേവ് വെച്ചിട്ട് ഓണാക്കുകയാണ് ചെയ്യുന്നത്. 2 മിനിറ്റ് വിനീഗർ മൈക്രോവേവ് ചെയ്ത് കഴിയുമ്പോൾ മൈക്രോവേവ് ചൂടായിട്ട് ആ വിനീഗറിൻ്റെ തുള്ളികളെല്ലാം മൈക്രോവേവിൽ പറ്റിപ്പിടിക്കും. ഇനി ഒരു തുണി വെച്ചിട്ട് മൈക്രോവേവ് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. മൈക്രോവേവ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിനൊരു കവർ ഉപയോഗിക്കുന്നത്, ഫുഡിന് ഒരു കവർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഞാൻ ദുബായ് ഐക്കയിൽ നിന്ന് വാങ്ങിച്ച കവറാണ്. എന്തെങ്കിലും കൂടുതൽ അഴുക്ക് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊരു സ്ക്രബ് വെച്ചിട്ടും കൂടി ഒന്ന് ഉരച്ചു കൊടുക്കുക. സ്റ്റെപ്പ് നമ്പർ 10 സ്പൈസ് ക്യാബിനറ്റ് ക്ലീനിങ് ആണ്. സ്പൈസ് ബോട്ടിൽസൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു വൈറ്റ് മാറ്റ് അതിനകത്ത് ഇട്ടതിന് ശേഷമാണ് ഞാൻ സ്പൈസ് ബോട്ടിൽസൊക്കെ എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടിൽസ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ പുതിയതായിട്ട് മാർക്കറ്റിൽ നിന്ന് സ്പൈസസ് ഒക്കെ വാങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബോട്ടിൽസ് ചീത്തയായെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴുകി ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ പുതിയ സ്പൈസസ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ സമയത്ത് എനിക്ക് സ്പൈസ് ബോട്ടിൽസ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് എൻ്റെ ഗോതമ്പ് പൊടി, അരിപ്പൊടി, റവ എല്ലാം വെച്ചിരിക്കുന്ന ക്യാബിൻ. അതുപോലെ പയറ്, പരിപ്പ് തുടങ്ങിയ പൾസസ് എല്ലാം ഈ ക്യാബിനിലാണ് വെച്ചിരിക്കുന്നത്. ആ ബോട്ടിൽസും ഇതുപോലെ തന്നെ പുതിയതായിട്ടുള്ളത് കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ കൂടുതൽ കാലം പുറത്ത് വെച്ചിരുന്നാൽ ചീത്തയായി പോകുന്ന ഐറ്റംസ്, അതായത് കുത്തൻ പിടിച്ചൊക്കെ പോകുന്ന ഐറ്റംസ് ഞാൻ ഫ്രിഡ്ജിലാണ് കീപ്പ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വാഷ് ബേസിനും കൂടി ക്ലീൻ ചെയ്തെടുക്കാം. ക്യാബിനറ്റിൻ്റെ ഡോർസ് എല്ലാം ഒരു നനഞ്ഞ തുണി കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാം.
അടുത്തത് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇത് നമ്മുടെ കിച്ചൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. എൻ്റെ ഈ കിച്ചൺ ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്